ബി ഗോപാലകൃഷ്ണൻ PDPയും ജമാഅത്തെ ഇസ്ലാമിയും മാത്രമല്ല ഹിന്ദു മഹാസഭ എന്നുള്ള ഒരു കക്ഷി കൂടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് ഹിന്ദു മഹാസഭയാണ് ഒറിജിനൽ എന്നുള്ള തർക്കം നടക്കുകയാണ്. തോക്ക് സ്വാമിയുടെ ഹിന്ദു മഹാസഭയാണോ, ബീഫ് സ്വാമിയുടെ ഹിന്ദു മഹാസഭയാണോ ശരിക്കുള്ള ഹിന്ദു മഹാസഭ എന്നുള്ളതാണ് ഇപ്പോഴത്തെ തർക്കം. ഇന്നിപ്പോൾ ഹിമവൽ ഭദ്രാനന്ദ പറഞ്ഞത് ഒറിജിനൽ ഹിന്ദു മഹാസഭയുടെ സ്ഥാനാർത്ഥി അവിടെ നിർത്തിയിരുന്നു. ബി ഗോപാലകൃഷ്ണനും PK കൃഷ്ണദാസും ഒക്കെ പോയി അവരെ പറഞ്ഞ് നിർബന്ധിച്ച് ആ സ്ഥാനാർത്ഥിയെ മാറ്റി. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ സ്ഥാനാർത്ഥിയില്ല, പക്ഷേ മനസാക്ഷി വോട്ട് ചെയ്യും. സനാതന ധർമ്മത്തിന് എതിരായിട്ടുള്ള നിലപാട് സ്വരാജ് സ്വീകരിച്ചു. ആര്യാടനാണ് കുറച്ചുകൂടി മെച്ചമെന്ന് ഹിമവൽ ഭദ്രാനന്ദൻ പറയുന്നു. വേറൊരു സ്വാമി, എന്തോ ഒരു പേരുള്ള സ്വാമി, സ്വാമി സ്വരൂപാനന്ദം എന്ന് പറയുന്ന സ്വാമി പറയുന്നു ഞങ്ങൾ LDFനെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന്. എന്താ കഥ ഇതൊക്കെ? എനിക്കറിയില്ല. സ്വാമിമാരെന്ന് പറയുമ്പോൾ കുറേ കാവട്ടിക്കാർ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. രാമായണത്തിൽ വേഷം കെട്ടിട്ട്, സന്യാസിയുടെ വേഷം കെട്ടിട്ടല്ലേ രാവണൻ വന്നത്. അങ്ങനെ കുറേ കാപട്യക്കാർ രാമായണത്തിൽ സീതയെ അടിച്ചു മാറ്റാൻ വന്നു. ഇവിടെ ചിലപ്പോൾ പണം മേടിക്കാൻ വന്നവരായിരിക്കും. എനിക്കിതറിയില്ല. ഞാനിതിനെക്കുറിച്ച് അങ്ങനെ ഈ വക തട്ടിപ്പ് സ്വാമികളുടെ പിന്നാലെ നടക്കാറില്ലാത്തതുകൊണ്ട് എനിക്കതറിയില്ല. എൻ്റെ ചോദ്യം അതല്ല. എൻ്റെ അഭിപ്രായവും അല്പം വ്യത്യസ്തമാണ്. കാരണം നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു ഈ കേരളത്തിലെ വോട്ടർമാരെ പൊട്ടന്മാരാക്കരുത്. അത് അദ്ദേഹം പറഞ്ഞ വാക്കാണ്. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയന്മാർ, കേരളത്തിലെ ജനങ്ങൾ പൊട്ടന്മാരല്ല എന്നുണ്ടെങ്കിൽ ഈ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഇനി അവർ വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവർക്ക് അല്പമെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ, അവർ അല്പമെങ്കിലും കേരളത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവർ അല്പമെങ്കിലും ഈ തട്ടിപ്പ് കമ്പനിക്കാരെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഞാൻ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ സംസാരിക്കുന്നത് എന്ന് പറയുന്നത്, വാക്കും പ്രവൃത്തിയും തമ്മിൽ പുലബന്ധമില്ലാത്തവരാണ് ഈ രണ്ടെണ്ണം. വാക്കും പ്രവൃത്തിയും തമ്മിൽ പുലബന്ധമില്ല. ഇവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറയുന്നത് മതേതരത്വം. ഇവർ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ മതവർഗീയവാദികൾ മാത്രമല്ല ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പറഞ്ഞു കേട്ടു, ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് മിണ്ടിയിട്ടില്ല. നിങ്ങൾ ഇന്നലത്തെ മാതൃഭൂമി ചർച്ചയിൽ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ആ വ്യക്തി മിസ്റ്റർ അഭിലാഷ് മോഹനോട് സംസാരിച്ചത് എന്താ? ഞങ്ങൾ 2015 കേരളത്തിലെ ഇടതുപക്ഷവുമായിട്ട് മുഖമടക്കമുള്ള പല സ്ഥലങ്ങളിലും ഭരണം നടത്തിയിരുന്നു. ഇതൊരു യാഥാർത്ഥ്യമല്ലേ? പല വേദികളിലും ഞങ്ങളൊക്കെ ഇത് ഉയർത്തിക്കൊണ്ടുവന്നതല്ലേ? അപ്പോൾ അതേ സമയത്ത് ആ സമയത്ത് 2015 എന്ന് പറഞ്ഞാൽ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ആ കാലഘട്ടത്തിൽ അവർ പിന്തുണച്ചത്, ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചത്, വെൽഫെയർ പാർട്ടി പിന്തുണച്ചത് ഇവരെയാണ്. അതിനുശേഷമാണ് ഇടതുപക്ഷത്തെയാണ്. ആ സമയത്താണ് 2014 കേരള ഹൈക്കോടതിയിലേക്ക് ഒരു ഉമ്മൻചാണ്ടിയുടെ സർക്കാർ കേരള ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കുന്നത്. ആ സത്യവാങ്മൂലം ഇന്ത്യൻ ഭരണഘടനയെയും, ഞാനത് വായിക്കാം, സത്യവാങ്മൂലം ഇന്ത്യൻ ഭരണഘടനയെയും ഭരണ നിയമ വ്യവസ്ഥകളെയും അംഗീകരിക്കാത്തതും. എന്താ കേൾക്കണില്ല? അല്ല, അത് ഇവിടെ ഉന്നയിക്കപ്പെട്ടു പറയണമെന്നില്ല എന്ന് പറഞ്ഞതാ. ഓക്കെ. അല്ലല്ല, അതിനകത്ത് വരികളുണ്ട്. ഉന്നയിക്കപ്പെട്ടത് ശരി. ആ വരികൾ നാട്ടുകാരൊന്ന് കേട്ടോട്ടെ. ഇന്ത്യയുടെ ഭരണഘടനയെയും ഭരണഘടനാ നിയമവ്യവസ്ഥകളെയും അംഗീകരിക്കാത്തതും ഇടത് തീവ്രവാദ മത തീവ്രവാദ സംഘടനകളുമായി യോജിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാത്തവരുമായിട്ടാണ് 2014 പ്രഖ്യാപിച്ച് ഹൈക്കോടതി കൊടുത്ത ആ സംഘടനയുമായിട്ടാണ് ഈ കോൺഗ്രസ്സുകാർ ഇന്ന് 2025 ബന്ധമുണ്ടാക്കിയിരിക്കുന്നത്. ഇവർ ഭരണഘടന തലയിൽ വെച്ചിട്ടല്ലേ പാർലമെന്റിലേക്ക് പോയത്? രാഹുൽ ഗാന്ധി എന്തു പറയാനുണ്ട് രാഹുൽ ഗാന്ധിക്ക് ഈ വിഷയത്തിൽ? ഭരണഘടന തലയിൽ വെച്ച് പാർലമെന്റിൽ പോയി ഭരണഘടനയെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ഭരണഘടനയെ എതിർക്കുന്ന ഒരു പ്രസ്ഥാനവുമായിട്ടാണ് ഈ നിലമ്പൂരിൽ ഇവർ വോട്ട് ചോദിക്കുന്നത്. വാക്കും പ്രവൃത്തിയും തമ്മിൽ പുലബന്ധമില്ല. ജനാധിപത്യത്തെക്കുറിച്ച് പറയും, ഇവർ വാദോരാതെ പ്രസംഗിക്കും. ജനാധിപത്യം തീരെയില്ലാത്ത പ്രസ്ഥാനങ്ങളുമായിട്ട് ഇവർ സഖ്യം ചേരും. ഞാൻ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട വരി വായിക്കാം. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന ഉണ്ടല്ലോ, ആ ഭരണഘടന ഒന്ന് എടുത്ത് വായിക്കണം ഈ കോൺഗ്രസ്സുകാർ. അവരെന്താ പറയുന്നത്? ഇസ്ലാമിക് കാഴ്ചപ്പാടിൽ ഒരു സാമൂഹിക നിർമ്മിതി, ഒരു രാജ്യ നിർമ്മിതി ഇസ്ലാമിക് കാഴ്ചപ്പാടിൽ. എന്നിട്ട് പറയുന്നത് എന്താ? മനുഷ്യനിർമ്മിത വ്യവസ്ഥകൾക്ക് പകരം തികച്ചും ദൈവികമായ അധിഷ്ഠിതമായ ഒരു രാജ്യ സൃഷ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടേത് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ? എന്നിട്ട് പറയുന്നു ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ, ഞാൻ ആ പേര് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടല്ലാതെ വേറെ ഒരു കാഴ്ചപ്പാടിനെയും അംഗീകരിക്കില്ല.
വേറൊരു കാഴ്ചപ്പാടിലേക്ക് പോകാൻ പാടില്ല, വേറൊരു കാഴ്ചപ്പാടിനെ സ്വീകരിക്കാൻ പാടില്ല, വേറൊരു കാഴ്ചപ്പാട് സ്വീകരിച്ചവരെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല. ആ ഭരണഘടന എടുത്ത് വായിക്കാൻ പറ. എന്ന് പറഞ്ഞാൽ പരമത നിന്നയും ബഹുദൈവ വിശ്വാസികളെ എതിർക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം, ഭരണഘടനയെ എതിർക്കുന്ന ഒരു വിഭാഗം, അവരുമായിട്ടാണ് ഇവർ സഖ്യം ചേർന്നിരിക്കുന്നത്. ആരാണ് സഖ്യം ചേർന്നത്? ആരാണ് സഖ്യം ചേർന്നത്? ഈ ഞാൻ അല്പം വൈകി വന്നല്ലേ, പറയാൻ അനുവദിക്കണം. അല്പം വൈകി വന്നതല്ലേ, ഞാൻ ഒരു സെക്കൻഡ് ഞാൻ ഒരു സെക്കൻഡിൽ തീർക്കാം പ്ലീസ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ പാണക്കാട് തങ്ങൾ വെള്ളം ഊതിക്കൊടുത്ത് പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ആളാണ് ഈ ഷൗക്കത്ത്. ഈ ഷൗക്കത്ത് അതിശക്തമായ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ എഴുതിയ ആളാണ്. ഇനി ഇതേപോലെ തന്നെ CPM-ന്റെ കാര്യത്തിൽ വന്നാലോ, ഈ കഴിഞ്ഞ ദിവസം നിലപാട് പ്രഖ്യാപിച്ച ആളാണ്. എല്ലാ കാര്യത്തിലും നിലപാടാണ്. ഒരു വാക്കും പ്രവൃത്തിയും തമ്മിൽ പുലബന്ധമില്ലാത്തൊരു മനുഷ്യനാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി. അയാൾ കഴിഞ്ഞ ആഴ്ചയിലാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത് മനുഷ്യൻ്റെ വോട്ട് മതി, മനുഷ്യൻ്റെ പച്ചമാംസം, ആ പച്ചമാംസം ബോംബിട്ട് പൊട്ടിച്ച് ആ മാംസം ഭക്ഷണമായിട്ട് ആ മാംസം വാരി കഴിക്കുന്ന, അല്ലെങ്കിൽ ആ മാംസം ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന മദനി എന്ന് പറയുന്ന മതഭീകരവാദിയുടെ പ്രസ്ഥാനമാണ് PDP. ഇന്നും തള്ളി പറഞ്ഞിട്ടില്ല അവർ ചെയ്ത കാര്യങ്ങൾക്ക്. ഞാൻ ചോദിക്കട്ടെന്ന്, ഇയാൾക്ക് മനുഷ്യൻ്റെ വോട്ട് മതി എന്ന് പറഞ്ഞയാൾ PDP-യുടെ വോട്ട് വേണ്ടെന്ന് പറയാനുള്ള ചങ്കുറപ്പ് ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കുണ്ടോ? ഉണ്ടേ പറയട്ടെ. ശരി, അത് അവിടെയാണ് BJP-യുടെ പ്രസക്തി വർദ്ധിക്കുന്നത്.